ദിലീപ് പ്രതിയായ ക്രിമിനൽ കേസ് നടി കോടതിയിൽ നിന്ന് ചരിത്രത്തിലേക്ക് പോകുന്നു. ആദ്യത്തെ ആ ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ആ ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ട് തഴമ്പിച്ചൊരു കേസിൻ്റെ വിചാരണ കോടതിയിൽ നടന്നു കഴിഞ്ഞു. 2017 ഫെബ്രുവരി 17 നടന്ന ക്രൂരമായ പീഡനം, അതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവമെന്ന് നിങ്ങൾക്കറിയാം. നടി, അതായത് ഇപ്പോൾ അതിജീവിത എന്ന് പറയാം, ആ നടിയെ ക്രൂരമായി പീഡിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ആ ദൃശ്യങ്ങൾ പലരും കണ്ടു എന്ന സ്ഥിതിയാണുള്ളത്. ആ കേസ് തേച്ച് മാച്ച് കളയാൻ വേണ്ടി നടത്തുന്ന സംഭവ പരമ്പരകളെല്ലാം കോടതിയുടെ ചരിത്രത്തിൽ ചരിത്ര സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. പണമുണ്ടെങ്കിൽ എന്തും എവിടെയും വരെ പോകാം എന്നുള്ളൊരു തെളിവാണ് ഈ കേസ് എന്നാലോചിക്കണം. അതിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനും നല്ലവനായി ശ്രമിക്കാനും വേണ്ടി പ്രതികൾ ശ്രമിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ വക്കീൽമാർ, അതിന് മിടുമിടുക്കന്മാരായ വക്കീൽമാരുണ്ടാവും. സുപ്രീം കോടതി വരെ പോയിട്ട് കോടികളും ലക്ഷങ്ങളും അടക്കം ചെലവഴിക്കാനും തയ്യാറായവരുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായ കുറേ കേസുകൾ അവിടെയുണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ പെട്ടെന്ന് തേഞ്ഞ് മാഞ്ഞു പോയൊരു കേസാണ് ഈ നടീപീഡന കേസ് എന്ന് ആലോചിക്കണം. 2017 ഫെബ്രുവരി 17 രാത്രി നടന്ന കേസ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി എന്ന് ആലോചിക്കണം. മുഖ്യമന്ത്രിയെ ഏതൊക്കെയോ VIP-കൾ, ദിലീപിന് വേണ്ടിയുള്ള VIP-കൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കേസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണെന്ന് ആലോചിക്കണം. പിന്നീടാണ് ഈ കേസ് കുത്തി പൊക്കി കൊണ്ടുവന്നത്. അതിൻ്റെ മുൻനിരയിൽ നിന്നൊരു മഞ്ജു വാര്യർ അടക്കമുള്ള WCCയുടെ ആൾക്കാരാണെന്ന് ആലോചിക്കണം. അന്ന് പാറ പോലെ ഉറച്ചു നിന്ന മഞ്ജു വാര്യർ ഇപ്പോൾ അക്കൂട്ടത്തിൽ ഇല്ല എന്നാലോചിക്കണം. എന്നാലും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഈ നടീപീഡന കേസിൻ്റെ ദൃശ്യങ്ങൾ പല പ്രാവശ്യവും കോടതിയിൽ നിന്ന് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്, പലരും കണ്ടിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. എങ്ങനെ നൂലാമാല അടച്ചിട്ട കോടതിയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി പോലുമുണ്ട്, ഇത്തരം പീഡന കേസുകളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടി അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വേണമെന്നുള്ളത്. അവിടെ തന്നെ മറ്റൊരു ക്ലോസ് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. ഇനി അഥവാ ഈ അതിജീവിതയ്ക്ക് രഹസ്യമായ വിചാരണ അല്ലെങ്കിൽ വാദമല്ലെങ്കിൽ പരസ്യമായിട്ടാണെങ്കിൽ അതിനും അവരുടെ അഭിപ്രായങ്ങൾ തേടേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം തനിക്ക് സംഭവിച്ചതിൻ്റെ വിചാരണ പരസ്യമാക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണല്ലോ രഹസ്യമായി ഈ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും രഹസ്യമായി കാര്യങ്ങൾ പുറം ലോകം പോലും അറിയാതെ, അതായത് നമ്മളടക്കമുള്ള യൂട്യൂബേഴ്സും ചാനലുകാരും ഒക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഊഹാപോഹങ്ങളും ചില തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ആ കോടതിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്നാലോചിക്കണം. അതുകൊണ്ട് തന്നെ പ്രബലരായ ശക്തികൾ, ക്രിമിനൽ കേസുകൾ പ്രതിയായ പ്രബലരായ ശക്തികൾക്ക് എന്തും വിലയ്ക്ക് വാങ്ങാവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കാൻ ആലോചിക്കണം. നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിക്കുക. അന്ന് ഈ കേസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പുച്ഛത്തോടെ പരിഹാസത്തോടെ സംസാരിച്ചാലിക്കണം. പിന്നീട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതെന്താണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ എന്ന്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ മുത്തുകളും രത്നങ്ങളും എല്ലാം ഉണ്ടാവും, അക്കൂട്ടത്തിൽ എല്ലാ സംഭവം ഉണ്ടായിരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ വിചാരിക്കാത്ത പല VIP-കളും ഇതിലേക്ക് പെട്ടുപോയെന്നറിയുന്നത്. അതൊക്കെ കേസ് നടക്കട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ എന്താ, ഇതിൻ്റെ വിചാരണ ഒരുവിധം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നടക്കാനുള്ള വാദമാണെന്ന് ആലോചിക്കണം. ഈ വാദത്തിനിടയിലും ഈ നടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള ബോധമുണ്ടായിട്ടുണ്ട്.
അപ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ക്രിമിനൽ കേസിലെ പ്രതിസ്ഥാനത്ത് 8ാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ് എല്ലാം സുപ്രീം കോടതി വഴിയാണ് കൈകാര്യം ചെയ്യുന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പ്രതികൾക്കില്ലാത്ത എല്ലാവിധ ആനുകൂല്യങ്ങളും ദിലീപിന് ലഭിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കണം. പല ഭാഗത്തും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്, നിയമത്തിൻ്റെ വഴിക്കുള്ള ആൾക്കാരുണ്ട്, മറ്റേ പോലീസ് വകുപ്പുണ്ട്. പല വകുപ്പുകളിൽ നിന്നും ദിലീപിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കള്ളപ്രചരണങ്ങളും വന്നിരുന്നു ആലോചിക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ നടി അതിജീവിത ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനി വാദം നടക്കേണ്ടത് പരസ്യമായിട്ടാണ്. പരസ്യമായ കോടതിയിലേക്ക് വാദം നടക്കട്ടെ. അവിടെ എന്താണ് കോടതിയിൽ എന്താണ് നടക്കുന്നതെന്ന്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ജനമറിയട്ടെ, ലോകമറിയട്ടെ. എനിക്കൊരു നാണവുമില്ല എന്നാണ്. ഇത് ചരിത്രത്തിലേക്കാണ് ഈ നടി പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. തനിക്ക് സംഭവിച്ചത് കോടതിയിൽ ചെല്ലുമ്പോൾ അറിയാമല്ലോ. കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെ വിചാരണകൾക്കിടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനഹാനികൾ ഇനി ഒരിക്കലും ഒരുത്തരും കോടതിയിലേക്ക് പോകാൻ തോന്നരുത്. ആ രീതിയിലാണ് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അതായത് ക്രൂരമായ ഒരു ബലാത്സംഗം, സംഘത്തിൻ്റെ ഇതിൻ്റെ വിചാരണ വേളയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ വാദം തുടങ്ങാൻ പോവാണത്. വാദം തുടങ്ങുമ്പോൾ ഇനി ഇതിൽ കള്ളത്തരമില്ല എന്ന് ഇരിക്കാൻ കാരണം ഈ അതിജീവിതയ്ക്ക് വേണ്ടി വന്ന 2 പ്രോസിക്യൂട്ടർമാരെ നീതി ലഭിക്കാത്തതുകൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം മറ്റൊരാളാണ് കൂടെയുള്ളതെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ വാദം നടക്കുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് ജനമറിയട്ടെ, പത്രമാധ്യമങ്ങൾ അറിയട്ടെ, ചാനലുകൾ അറിയട്ടെ, ഈ ലോകം മൊത്തം അറിയട്ടെ. അതാണ് വേണ്ടത്. അപ്പോൾ ഈ കേസിൻ്റെ ഞാൻ പ്രതിസ്ഥാനത്തല്ല, ഞാനൊരു വിക്റ്റിമാണെന്ന് ആലോചിക്കണം, ഞാനൊരു ഇരയാണെന്ന് ആലോചിക്കണം. പ്രതികളുടെ സ്ഥാനത്ത് എല്ലാം വരട്ടെ എന്ന് ഈ അതിജീവിത ഹർജി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്ത് സംഭവിക്കും? അപ്പോൾ വീണ്ടും ഇപ്പോൾ പോകാൻ പോകുന്ന ദിലീപ് അടക്കമുള്ളവർ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാക്കുക. അതായത് വിചാരണ തുറന്ന കോടതിയിൽ ഇത് വരാം, വിചാരണ വേണ്ട എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പലരും ചോദിക്കാനുള്ളത്, ഈ തുറന്ന കോടതിയിൽ വിചാരണ വേണ്ട എന്ന് പറയേണ്ടത് അതിജീവിതയല്ലേ? പീഡനത്തിന് ഇരയായ നടിയല്ലേ? അവർക്കല്ലേ ഏറ്റവും ദോഷം വരിക? ഈ പ്രതിസ്ഥാനത്തുള്ളവർക്ക് ഒരു കുഴപ്പം വരില്ലല്ലോ. പിന്നെ എന്തിനാണ് അവർ തുറന്ന കോടതിയിൽ ഇത് വേണ്ട എന്ന് പറയാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെയോ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതെല്ലാം റെക്കോർഡായി വരുന്നത് വാദമുഖങ്ങൾ വരുമ്പോൾ, പരസ്യമായ കോടതി വിചാരണ വരുമ്പോൾ അത് പത്രമാധ്യമങ്ങൾ, ചാനലുകൾ എല്ലാം കവർ ചെയ്യുന്ന ആലോചിക്കണം. അതൊരു രേഖയായി അവശേഷിക്കുന്ന ആലോചിക്കണം. ആയിരക്കണക്കിന് യൂട്യൂബുകൾ ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. അതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവിടെ കെടുക്കും. ഈ കെടുക്കുമ്പോൾ എല്ലാവർക്കും വായിക്കാനും കണ്ടെത്താനും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ആലോചിക്കണം. അപ്പം അതിലേക്ക് നയിച്ച ഒരുപക്ഷെ നമുക്ക് ആ നടിയോട് ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിൻ്റെ സത്യാവസ്ഥ, എനിക്ക് സംഭവിച്ച ക്രൂരമായ സംഭവം മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ, മറ്റുള്ളവർക്ക് ഈ ധൈര്യമുണ്ടാകട്ടെ. ആ ധൈര്യത്തിന് വേണ്ടി ഞാനൊരു രക്തസാക്ഷിയായാലും വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നടി തനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പരസ്യമായ ഒരു ഓപ്പൺ വിചാരണ കോടതിയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ നടിക്ക് നമുക്കൊരു സല്യൂട്ട് കൊടുത്തുകൂടെ?